നമസ്കാരം. അജറുൽ അസ്വദിൽ, മക്കയിലെ അജറുൽ അസ്വദിൽ ഭഗവാൻ കൽക്കിയുടെ ഇമാം മഹദിയുടെ അവസാന കാലത്ത് ഇറങ്ങി വരുന്ന മഹാപ്രേമാവതാരത്തിന്റെ മുഖമുണ്ട്. അതാണ് അതിന്റെ രഹസ്യം എന്ന് പറഞ്ഞ് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ സൂര്യനിലും ചന്ദ്രനിലും മറ്റു ഇടങ്ങളിലും ചക്രവാളങ്ങളിലുമെല്ലാം ഈ മഹാത്മാവിന്റെ മുഖം ഉണ്ട് എന്നുള്ളതാണ്. ഇതൊരു ലളിതമായിട്ടുള്ള സത്യമാണ്. എന്താണെന്ന് പറഞ്ഞാൽ, മഹാദാത്ത് മഹാപ്രേമാവതാരം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാ തലത്തും അതിന്റെ മുഖം കാണിക്കുക എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്നതാണ്, താളാത്മകമായി ചിന്തിക്കുന്ന ഒരാൾക്ക്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കേവലമായിട്ടുള്ള നമ്മുടെ യുക്തിക്കപ്പുറം താളാത്മകമായി ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇന്നിവിടെ പറയുന്നത് ചന്ദ്രനിലുള്ള ഭഗവാൻ കൽക്കിയുടെ മഹാപ്രേമാവതാരത്തിന്റെ മുഖത്തെ പറ്റിയാണ്. നമുക്കറിയാം, ചന്ദ്രൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് ഒരു നിലാവ് പടരുന്നുണ്ട്. രാവിലെ പ്രഭാതത്തിന്റെ തിരക്കിലും, ഇന്ന് നമുക്കറിയാം ഒരു മായാലോകമാണ്, ജീവിതത്തിന്റെ ഓട്ടത്തിലാണ്, എല്ലാത്തിലും മായ കലർന്നിരിക്കുകയാണ്. പ്രഭാതത്തിന്റെ തിരക്കിൽ മാഴത്തിൽ കുടുങ്ങി മനുഷ്യൻ ഓടുമ്പോൾ, രാത്രിയാകുമ്പോൾ, ശാന്തമാകുമ്പോൾ, നിലാവ് പടരുമ്പോൾ, രാവിൽ ചന്ദ്രൻ തെളിയുമ്പോൾ, എല്ലാ മാഴകൾക്കും അപ്പുറമുള്ള യഥാർത്ഥ സത്യത്തെ ചന്ദ്രൻ വിളിച്ചു പറയുന്നുണ്ട്. അവിടെ ഭഗവാൻ കൽക്കിയുടെ പ്രേമാവതാരത്തിന്റെ ഇമാം മഹദിയുടെ എന്തൊക്കെ പേരിൽ വിളിച്ചാലും ആ മഹാത്മാവിന്റെ, ആ മഹാദാത്തിന്റെ മുഖം അവിടെ തിളങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മനോഹരം. സുഹൃത്തുക്കളെ, നമുക്കറിയാം ചന്ദ്രൻ എന്നത് ഭൂമിയുടെ ഒരു പ്രതിബിംബമാണ്. ഭൂമിയുടെ ഒരു പ്രതിബിംബം പോലെ ആ പ്രതിബിംബത്തിൽ തീർച്ചയായിട്ടും അവസാന കാലത്ത് ഇറങ്ങി വരുന്ന ദാത്തിന്റെ മുഖം കാണിക്കുക എന്നുള്ളത് വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് എന്ന് അതാണ് പറഞ്ഞത്. അങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യരിൽ അധിക പേരും ദൃഷ്ടാന്തങ്ങളിൽ അശ്രദ്ധരാണ്. ഒന്നും ശ്രദ്ധിക്കാതെ, സ്വന്തത്തെ തന്നെ ശ്രദ്ധിക്കാതെ എന്തോ ഉള്ള ഓട്ടത്തിലാണ്. അപ്പോൾ തീർച്ചയായും മനുഷ്യരിൽ മിക്കവരും ഈ പ്രകൃതി തന്നെ കാണിച്ചു തരുന്ന, ചന്ദ്രൻ തന്നെ വിളിച്ചു പറഞ്ഞു തരുന്ന കാര്യത്തെ കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സുഹൃത്തുക്കളെ, അജറുൽ അസ്വദിന്റെ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ അതിനെ മായ്ച്ചു കളയാൻ, അതിലുള്ള ചിത്രത്തെ മായ്ച്ചു കളയാൻ, അത് ഒരുക്കി കളയുന്ന വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും കാണിച്ചിരുന്നു. വഹാബി തീവ്രവാദി മതക്കാർ അത് ചെയ്യുന്നത് അവർക്ക് സത്യം അറിഞ്ഞുകൊണ്ടുള്ള ശത്രുക്കൾ ആയതുകൊണ്ട് തന്നെയാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്നാൽ ചന്ദ്രനിൽ ഫോട്ടോയുണ്ട്. ഭഗവാൻ കൽക്കിയുടെ, ഇമാം മഹദിയുടെ, സർക്കാർ റിയാസ് അഹമ്മദ് ഗോവർ ഷാഹിയുടെ ചിത്രം രാവിൽ അമ്പിളി നിലാവ് പടർത്തുമ്പോൾ അവിടെ തെളിയുന്നുണ്ട്. കണ്ണുള്ളവർക്ക് കാണുന്ന പോലെ വ്യക്തമായിട്ട് തന്നെ തെളിയുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ മായ്ച്ചു കളയാൻ കഴിയുമോ? അതുപോലെ തന്നെ ഇമാം മഹദിയുടെ, ഭഗവാൻ കൽക്കിയുടെ സമ്പൂർണ്ണ പ്രതിനിധി സയ്യിദ് യൂനിസൽ ഗോഹറിന്റെ പടയിൽ അണിചേർന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ ഭഗവാൻ കൽക്കിയുടെ, സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ ചിത്രമുണ്ട്. അതിനെ മായ്ച്ചു കളയാൻ പറ്റുമോ? സയ്യിദ് യൂനിസൽ ഗോഹർ പറഞ്ഞ ഒരു വാക്യം തീർച്ചയായിട്ടും വായിക്കാം. തീർച്ചയായും ചന്ദ്രനും സൂര്യനും അങ്ങയുടെ മഹത്വത്തിന്റെ അടയാളങ്ങൾ വെളിവാക്കിയിരിക്കുന്നു. എന്നിരുന്നാലും അങ്ങയിലെ സത്യത്തിന്റെ തെളിവ് എന്റെ ഹൃദയത്തിൽ വസിക്കുന്ന അങ്ങു തന്നെയാണ്. സയ്യിദ് യൂനിസൽ ഗോഹർ. ഖുർആൻ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് തന്നെയാണ് സത്യമെന്ന് അവർക്ക് മനസ്സിലാകുന്നത് വരെ ചക്രവാളങ്ങളിലും അവരുടെ ഉള്ളിൽ തന്നെയും അവർക്ക് നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ഭാവിയിൽ കാണിച്ചുകൊണ്ടേയിരിക്കും. ഖുർആൻ പലയിടത്തും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പറ്റി അവർ അശ്രദ്ധരാണ്. എക്കാലത്തും പല ദൃഷ്ടാന്തങ്ങളും, അതായത് യഥാർത്ഥത്തെ, സത്യത്തെ ഈ പ്രകൃതി തന്നെ വിളിച്ചു പറയും. അപ്പോഴൊക്കെ ജനങ്ങൾ അതിനെ നിഷേധിച്ച് തള്ളിയിട്ടുണ്ട്. കാരണം അതിനെ സ്വീകരിക്കാൻ അകങ്കണ്ണ് വേണം എന്നുള്ളതാണ്. മാനശാസ്ത്രജ്ഞൻ കൂടിയായിട്ടുള്ള ജാഫർ ഇബ്നു സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്നത്, ആകാശത്തു നിന്നും വിളിയാളം ഉണ്ടാകുന്ന വർഷത്തിന് മുമ്പായി റജബിൽ ഒരു അടയാളം പ്രത്യക്ഷപ്പെടും. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, എന്താണത്? ചന്ദ്രനിൽ ഒരു മുഖം വെളിപ്പെടും, നീളുന്ന ഒരു ഹസ്തവും. ചന്ദ്രനിൽ ഇമാം മഹദിയുടെ, ഭഗവാൻ കൽക്കിയുടെ മുഖം വെളിപ്പെടുമെന്ന് വളരെ വ്യക്തമായിട്ട് ജാഫർ ഇബ്നു സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓർക്കേണ്ടത്, തീർച്ചയായിട്ടും ലോകത്തിന് പരിചിതമായ ഒരു മുഖമാണ് അവിടെ വെളിപ്പെടേണ്ടത്. ലോകത്തിന് പരിചിതമായ, എല്ലാവർക്കും അറിയുന്ന ഒരു മുഖമാണ് വെളിപ്പെടേണ്ടത്. കാരണം ദൃഷ്ടാന്തങ്ങൾ വരുന്നത് തിരിച്ചറിയാനാണ്. അപ്പോഴാണ് അതിനെ തിരിച്ചറിയുക എന്നുള്ളതും തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഒരു സഹായാസ്ത്രത്തെ പറ്റി ജാഫർ ഇബ്നു സാദിഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇമാം മഹദിയുടെ സമ്പൂർണമായിട്ടുള്ള, ഭഗവാൻ കൽക്കിയുടെ, സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ പ്രതിനിധി സയ്യിദ് യൂനിസൽ ഗോഹറിന്റെ ഉന്നതമായിട്ടുള്ള ദാത്ത്, അദ്ദേഹം ഈ ലോകത്ത് പ്രതിഷ്ഠിച്ച ഉന്നതമായിട്ടുള്ള ദാത്തിന്റെ ചിത്രവും ചന്ദ്രനിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ, ജീസസിന്റെ ചിത്രവും ചന്ദ്രനിൽ ഉണ്ട് എന്ന് ഓർക്കുക. ഇനി ചന്ദ്രനിൽ എവിടെയാണ് ഈ ഫോട്ടോ ഉള്ളത് എന്ന് കാണിക്കാൻ പോവുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, സത്യാന്വേഷികളാണെങ്കിൽ എവിടെയാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോവർ ഷാഹിയുടെ ഫോട്ടോ ചന്ദ്രനിൽ ഉള്ളത് എന്നുള്ളതിന്റെ, അതിന്റെ പൊസിഷൻ മനസ്സിലാക്കുക. എന്നിട്ട് കണ്ണുകൊണ്ട് തന്നെ ചന്ദ്രനിലേക്ക് നോക്കിയാൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഭാസം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ഫോണിൽ തന്നെയുള്ള ഫോട്ടോയാണ്, ഫോണിൽ തന്നെ എടുത്ത ഫോട്ടോയാണ്. അത് അടയാളപ്പെടുത്തിയിട്ടും പിന്നീട് കാണിക്കാം. ഇപ്പോൾ നടക്കുന്ന പ്രതിഭാസം എന്തെന്ന് പറഞ്ഞാൽ, കാലങ്ങൾ കഴിയുന്തോറും അതിന്റെ ക്ലാരിറ്റി കൂടി വരികയാണ്. കൂടുതൽ കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിലും കൂടുതൽ ക്ലാരിറ്റിയിൽ വരുന്നതാണ്.
അപ്പോഴേക്കും ഇവിടെ യഥാർത്ഥത്തിന്റെ സത്യത്തിന്റെ വാതിൽ അടയും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എവിടെയാണ് ഫോട്ടോ ഉള്ളത് എന്നുള്ളത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നോക്കിയാൽ തീർച്ചയായിട്ടും കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലെ നല്ല മൊബൈലിൽ അല്ലെങ്കിൽ നല്ല ക്യാമറയിൽ സൂം ചെയ്തെടുത്താൽ വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ആരും കാണാത്തതെന്ന് ചോദിച്ചാൽ ഇതിന്റെ ആത്മാക്കൾക്ക് മാത്രമേ കാണാനും ആ ദൃഷ്ടാന്തത്തെ സ്വീകരിക്കാനും കഴിയുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ ഇതിന്റെ ആത്മാവാണെങ്കിൽ തീർച്ചയായിട്ടും ചന്ദ്രനിലുള്ള ഫോട്ടോ നിങ്ങൾ കാണുന്നതാണ്. അതുപോലെ തന്നെ അത് എവിടെയാണെന്ന് ഒന്നും കൂടി വ്യക്തമാക്കാൻ വേണ്ടി മറ്റുള്ള അത് അടയാളപ്പെടുത്തി അത് ഇവിടെയാണെന്ന് കാണിക്കുന്ന ഫോട്ടോകളും നമ്മൾ ഇവിടെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെയ്ദ് യൂനുസ് അൽ ഗോഹറിന്റെ ഫോട്ടോയും ഉണ്ട് എന്ന് പറഞ്ഞു, അതും കാണിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, പകലിന്റെ തിരക്കുകൾ കഴിഞ്ഞ് രാവിൽ നിങ്ങൾ ശാന്തരാകുമ്പോൾ ആകാശത്തേക്ക് നോക്കുക. എവിടെയാണ് സർക്കാർ റിയാസ് അഹമ്മദ് ഗോർ ഷാഹിയുടെ ഫോട്ടോ ഉള്ളത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആകാശത്തേക്ക് നിങ്ങൾ നോക്കുക. നമ്മുടെ വയലാറിന്റെ മലയാള സിനിമയിൽ നമുക്കൊക്കെ പോയി ഓർമ്മ വരുന്ന ഒരു പാട്ടാണ് ചന്ദ്രകലപം ചാർത്തി ഉറങ്ങും തീരം. രാവിൽ ചന്ദ്രകലപം ചാർത്തി ഈ തീരം ഉറങ്ങുമ്പോൾ ചന്ദ്രനിലുള്ളത് സർക്കാർ റിയാസ് അഹമ്മദ് ഗോർ ഷാഹിയാണ്. ഈ ഭൂമിയിലേക്ക് വന്ന മഹാപ്രേമാവതാരമാണ്. അവിടുത്തെ ഫോട്ടോയാണ് ചന്ദ്രനിൽ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ചന്ദ്രകലപം ചാർത്തി ഉറങ്ങുന്ന ഈ തീരം, ചന്ദ്രന്റെ നിലാവ് ഭൂമിയിലേക്ക് അടിക്കുമ്പോൾ അവിടുത്തെ നിലാവാണ് അടിക്കുന്നത്. അത് കേവലമായ ഫോട്ടോയല്ല, ആ ഫോട്ടോയിൽ ഫൈസുണ്ട്. തീർച്ചയായിട്ടും ചന്ദ്രനിലെ ആ ഫോട്ടോ ധാരാളം പേരോട് സംസാരിച്ചിട്ടുണ്ട്, ധാരാളം പേർക്ക് ഹൃദയത്തിന്റെ നാമധാനം നൽകിയിട്ടുണ്ട്. ആ ഫോട്ടോ പോലും ഹൃദയത്തിന്റെ നാമധാനം നൽകുമ്പോൾ ആരാണ് മഹാത്മാവ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ രാവിലെ നിങ്ങൾ ശാന്തമായിരിക്കുമ്പോൾ മാനത്തേക്ക് നോക്കുക, ചന്ദ്രനിലേക്ക് നോക്കുക. അമ്പുലി സത്യം പറയും, സത്യം വിളിച്ചു പറയും. സുഹൃത്തുക്കളെ, ഗുജറാത്തിൽ സോമനാഥ് ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അക്രമികളായിട്ടുള്ള മുആവിയൻ മതഭരണാധികാരികളൊക്കെ ധാരാളം അക്രമങ്ങൾ നടത്താൻ നോക്കിയ സ്ഥലമാണ്. എന്നിട്ടും ആ ക്ഷേത്രം നിലനിന്നിരുന്നു, പുതുക്കി പണിതിരുന്നു. ആ ക്ഷേത്രം സോമനാഥ്, ചന്ദ്രനുമായിട്ട് ബന്ധമുണ്ടല്ലോ, അത് ശിവനാണ് എന്നൊക്കെ പറയാറുണ്ട്. ശിവന്റെ ഫോട്ടോയുടെ മുകളിൽ ഒരു ചന്ദ്രക്കല കാണാറുണ്ട്. നമ്മൾ പറഞ്ഞു ഭഗവാൻ ശിവൻ ആദിയോഗി കൊണ്ടുവന്നതാണ് അജറുൽ അസ്വദ്. ആ കല്ലിലുള്ളത് സർക്കാർ അവസാനം ഇറങ്ങി വരുന്ന മഹാപ്രേമാവതാരത്തിന്റെ സർക്കാർ റിയാസ് അഹമ്മദ് ഗോർ ഷാഹിയുടെ ചിത്രമാണ്. അപ്പൊ അവിടെ ചന്ദ്രനാണ് പ്രതിഷ്ഠ, ചന്ദ്രദേവനാണ് എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ചന്ദ്രനല്ല പ്രതിഷ്ഠ, ചന്ദ്രനിലുള്ള സർക്കാർ റിയാസ് അഹമ്മദ് ഗോർ ഷാഹിയാണ്. മഹാപ്രേമാവതാരമാണ്, ഭഗവാൻ കൽക്കിയാണ് അവിടെ പ്രതിഷ്ഠ. തീർച്ചയായിട്ടും അതൊക്കെ ഭാവിയിൽ തെളിയുന്നതാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാ മനുഷ്യരിലേക്കും പ്രേമത്തിന്റെ വിത്ത് ഇട്ടുകൊണ്ട്, ദൈവികമായിട്ടുള്ള വിത്ത് ഇട്ടുകൊണ്ട് മഹാപ്രേമാവതാരം സർക്കാർ റിയാസ് അഹമ്മദ് ഗോർ ഷാഹി മനുഷ്യരിലേക്ക് വന്നിരിക്കുന്നു. ജാതി മത ദേശ വ്യത്യാസമില്ലാതെ പ്രേമാത്മാക്കൾ അവിടുത്തെ സ്വീകരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചന്ദ്രനിലേക്ക് നോക്കാം, ഇതിനെപ്പറ്റി പഠിച്ചു നോക്കാം. ദീനിലാഹി എന്ന് പറയുന്ന തസവുഫിന്റെ ആത്മീയതയുടെ ബേസിക് വിവരിക്കുന്ന, ഇവിടെ എല്ലാം ആഴം കലർന്നിരിക്കുകയാണ്, ഒന്നിനും സമഗ്രതയില്ല. അപ്പൊ ആദ്യമായിട്ട് ഇവിടുത്തെ ആത്മീയതയുടെ ബേസിക് വിവരിക്കണം. ആത്മീയതയുടെ ബേസിക് സമഗ്രമായി ഇവിടുന്ന് മറഞ്ഞുപോയതെല്ലാം വിവരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്, ദീനിലാഹി. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ്. നിങ്ങൾ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് അഡ്രസ്സ് ആ നമ്പറിൽ കൊടുത്തു കഴിഞ്ഞാൽ അയച്ചു തരും, പഠിച്ചു നോക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ പല വീഡിയോയിലും പറയുന്നത് പോലെ അൾട്രാ ടിവിയിൽ സെയ്ദ് യൂനുസ് അൽ ഗോഹർ 20 വർഷത്തിലേറെ ആയി സംസാരിക്കുന്നുണ്ട്. അൾട്രാ ടിവി യൂട്യൂബിൽ അടിച്ച് സെർച്ച് ചെയ്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിച്ചു നോക്കാവുന്നതാണ്. സുഹൃത്തുക്കളെ, ഈ മഹാസത്യത്തെ നിങ്ങളും അന്വേഷിച്ചു നോക്കുക, പഠിച്ചു നോക്കുക. അതിന്റെ ആത്മാവാണെങ്കിൽ നിങ്ങൾക്ക് അതിനോട് ആകർഷണം തോന്നുകയും അവിടുത്തെ മഹാരക്ഷയുടെ കപ്പലിലേക്ക് മഹാദിക്റിനെ, മഹാനാമത്തെ, ദൈവിക നാമത്തെ ഹൃദയത്തിലേക്ക് മഹാഭഗവാനിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കയറുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏവർക്കും